Dear viewers, welcome to the channel once again. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇൻ എന്ന പ്രിപ്പോസിഷനെ പറ്റിയാണ്. മുമ്പുള്ള വീഡിയോസിൽ അറ്റ്, ഓൺ എന്നീ പ്രിപ്പോസിഷൻസിനെ കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിച്ചിരുന്നു. ഇന്ന് നമുക്ക് ഇൻ എന്ന പ്രിപ്പോസിഷനെ പറ്റി നോക്കാം. ഇൻ എന്ന പ്രിപ്പോസിഷൻ മലയാളത്തിൽ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അകത്ത് എന്നുള്ള അർത്ഥമാണ് നമുക്ക് ഇന്നിന് കൊടുക്കാവുന്നത്. അകത്ത് എന്നുള്ള അർത്ഥം നമുക്ക് പറയാം. അല്ലാതെ ഇന്ന് വേറെ എവിടെയൊക്കെ ഉപയോഗിക്കും എന്നുള്ളത് ആണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. അതായത് കൺട്രീസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കൺട്രീസ്, പ്ലേസസ് സ്ഥലങ്ങൾ, പിന്നെ രാജ്യങ്ങൾ, കൂടാതെ മന്ത് മാസം, പിന്നെ വർഷം. ഇവയ്ക്ക് പുറകിൽ ഇന്നെന്ന പ്രിപ്പോസിഷനാണ് എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, ടോം ലിവ്സ് ഇൻ കാനഡ. കാനഡ എന്ന് പറയുന്ന ഒരു കൺട്രിയാണ്. സോ വി ഹാവ് ടു യൂസ് ദ പ്രിപ്പോസിഷൻ ഇൻ. അതുകൊണ്ട് അവിടെ ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിച്ചത്. രണ്ടാമത്തെ എക്സാമ്പിൾ, അജയ് കെയിം ഹിയർ ഇൻ ജൂലൈ. ജൂലൈയിൽ അജയ് ഇവിടെ വന്നു എന്നാണ് പറയുന്നത്. ജൂലൈ ഷോസ് എ മന്ത്, അതൊരു മാസമാണ്. അതുകൊണ്ട് നമുക്ക് ഇൻ എന്ന പ്രിപ്പോസിഷൻ അവിടെ എഴുതണം. തേർഡ് വൺ, ഐ വാസ് ബോൺ ഇൻ 1998. ഞാൻ ജനിച്ചത് 1998 എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. 1998 എന്ന് പറയുന്നത് ഒരു വർഷമാണ്. സോ വി ഹാവ് ടു റൈറ്റ് ദ പ്രിപ്പോസിഷൻ ഇൻ. അപ്പോൾ രാജ്യങ്ങൾ, സ്ഥലങ്ങൾ, മന്ത് മാസം, പിന്നെ വർഷം, ഇവയ്ക്ക് പുറകിൽ നമുക്ക് ഇന്നെന്ന പ്രിപ്പോസിഷനാണ് എഴുതേണ്ടത്. ഇനി നോക്കാനുള്ളത് ഈ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ്റെ മറ്റ് യൂസേജസ് ആണ്. വേറെ എവിടെയൊക്കെ ഇത് ഉപയോഗിക്കുമെന്നുള്ളത് നമ്മൾ പ്രധാനപ്പെട്ട യൂസേജസും എക്സ്പ്രഷൻസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട്, ടു ഷോ ദ ലാംഗ്വേജ് മെറ്റീരിയൽ യൂസ്ഡ്. അതായത് നമ്മളൊരു എന്തെങ്കിലും ഭാഷ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ള കോണ്ടെക്സ്റ്റുകളിലൊക്കെ നമുക്ക് ഇൻ എന്ന പ്രിപ്പോസിഷൻ പറയാം. ഫോർ എക്സാമ്പിൾ, സേ ഇറ്റ് ഇൻ ഇംഗ്ലീഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ പറയൂ. സേ ഇറ്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജാണ്. അപ്പോൾ ആ ലാംഗ്വേജ് മുമ്പിൽ നമ്മൾ ഇൻ എന്ന പ്രിപ്പോസിഷൻ എഴുതും. രണ്ടാമത്, ഷീ റോട്ട് ഇൻ പെൻസിൽ. നമ്മൾ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. പെൻസിൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇൻ എന്ന പ്രിപ്പോസിഷൻ അവിടെ എഴുതിയത്. പലർക്കും കൺഫ്യൂഷൻ വരുന്നൊരു സെൻറ്റൻസ് ആണത്. റോട്ട് വിത്ത് പെൻസിൽ എന്നൊക്കെ ചിലർ എഴുതി കളയും. കറക്റ്റ് യൂസേജ് എന്ന് പറയുന്നത് ഷീ റോട്ട് ഇൻ പെൻസിൽ എന്ന് എഴുതിയാൽ മതി. അതുപോലെ തന്നെ, ഐ പെയ്ഡ് ഇൻ ക്യാഷ്. ക്യാഷ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ആണല്ലോ. ക്യാഷ് ആണ് ഞാൻ കൊടുത്തത്. ഐ പെയ്ഡ് ഇൻ ക്യാഷ് എന്ന് പറയുന്നത്. ഇത് ആണ് ഒരു അതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. ഇതാണ്. മറ്റൊന്ന് നമുക്ക് പറയാനുള്ളത്, ഇത് ഒരു സ്റ്റേറ്റ്, അതായത് ഒരു അവസ്ഥ, ഒരു കണ്ടീഷൻ പറയുമ്പോൾ അവിടെ നമുക്ക് ഇന്നെന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. അതായത് ടു ഷോ എ സ്റ്റേറ്റ് ഓർ എന്താണ് ഒരു കണ്ടീഷൻ, ഒരവസ്ഥ. ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു അവസ്ഥയാണല്ലോ. അത് പറയുമ്പോൾ നമുക്ക് ഇന്നെന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഐ ആം ഇൻ ലവ്. ഐ ആം ഇൻ ലവ് എന്ന് പറയുമ്പോൾ ലവ് എന്ന് പറയുന്ന ആ ഒരു അയാളുടെ സ്റ്റേറ്റ് പറയുകയാണ്. അയാളുടെ ഒരു സ്റ്റേറ്റ്, അയാളുടെ അവസ്ഥ നമ്മളതിലൂടെ പറയുകയാണ്. ഐ ആം ഇൻ ലവ് എന്ന് പറയും. വേറൊന്ന്, എ വുമൺ in her 30s. 30കളിലെത്തിയ സ്ത്രീ എന്ന് പറയുന്നത് എ വുമൺ ഇൻ ഹെർ 30s. അപ്പോൾ അതും അവരുടെ വ്യക്തി എന്നുള്ള രീതിയിലുള്ള അവരുടെ ഒരു സ്റ്റേറ്റാണ്. അതാണ് നമുക്ക് ഇൻ ഹെർ 30s എന്ന് അവിടെ എഴുതിയത്. അടുത്തതായിട്ട്, ഒരാളുടെ ജോബ്, ടു ഷോ എ പ്രൊഫഷൻ. ഒരാളുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ ജോബ് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഒരാളുടെ പിന്നെ ജോലി എന്താണ്, അയാളുടെ പ്രൊഫഷൻ എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. അതായത് എക്സാമ്പിൾ, വിമൽ ഈസ് ഇൻ ദി ആർമി. വിമൽ ഈസ് ഇൻ ദി ആർമി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വിമൽ ഈസ് ഇൻ ദി ആർമി എന്ന് പറയും. അപ്പോൾ ആർമിയിലാണ് അയാൾ എന്നുള്ളത് നമുക്ക് സൂചിപ്പിക്കുന്നത് എന്താണ്? അയാളുടെ പ്രൊഫഷനാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഹീ ഈസ് ഇൻ ദി ആർമി എന്ന് നമുക്ക് പറയാം. സോ നെക്സ്റ്റ് വൺ,
to introduce the name of a person with a special quality. അതായത് ഒരു പ്രത്യേക ക്വാളിറ്റിയുള്ള സ്പെഷ്യൽ ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയുടെ പേര് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന പ്രിപ്പോസിഷനിൽ ഉപയോഗിക്കാം. അതായത് ആ എക്സാമ്പിൾ എഴുതുമ്പോൾ മനസ്സിലാവും. എക്സാമ്പിൾ, വി ആർ ലൂസിങ്, LOSING. അത് ലൂസിങ് എന്ന് വേണം വായിക്കാൻ, ലോസിങ് എന്ന് വായിക്കരുത്. ലൂസിങ് എ ഹൈ ക്ലാസ് പ്ലെയർ ഇൻ മാർട്ടിൻ. മാർട്ടിനിൽ നമ്മൾ വലിയൊരു ഹൈ ക്ലാസ് പ്ലെയറിനെയാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് പറയുന്നത്. വി ആർ ലൂസിങ് എ ഹൈ ക്ലാസ് പ്ലെയർ ഇൻ മാർട്ടിൻ. മാർട്ടിൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അയാളുടെ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി മെൻഷൻ ചെയ്ത് പറയുകയാണ്. വി ആർ ലൂസിങ് എ ഹൈ ക്ലാസ് പ്ലെയർ ഇൻ മാർട്ടിൻ. അവിടെ നമുക്ക് ഇനിയൊന്ന് പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്നിൻ്റെ കുറച്ച് എക്സ്പ്രഷൻസാണ്. ഇന്നിവിടെയൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് എക്സ്പ്രഷൻസാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഇന്ന് ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ എക്സ്പ്രഷൻസ്. ഉദാഹരണത്തിന് ഇൻഫാക്റ്റ് എന്ന് പറയുന്നു. ഇൻഫാക്റ്റ് എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഇൻഫാക്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ, അല്ലേ? റിയലി നമ്മൾ പറയാം ഇൻഫാക്റ്റ്, അല്ലേ? നമ്മൾ പറയും ഇൻഫാക്റ്റ് ദ തിങ് ഈസ് ലൈക്ക് ദീസ് എന്നൊക്കെ നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. ഇൻഫാക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് റിയലി എന്നാണ് ഇൻഫാക്റ്റ്. അതുപോലെ തന്നെ നമുക്ക് പറയാമെന്നുള്ളതാണ് എന്താണ് ഇൻ ഡെപ്ത്. ഇൻ ഡെപ്ത് എന്ന് പറയുന്നത് അർത്ഥം തറോലി ഇൻ ഡെപ്ത് നമ്മൾ പറയും. ഇൻ ഡെപ്ത് ആയിട്ട് ഒരാൾ പറയും, നമ്മുടെ ഒരു ഓഫീസർ പറയുകയാണ്, യു ഹാവ് ടു ഗോ ത്രൂ ദ റിപ്പോർട്ട് ഇൻ ഡെപ്ത് എന്ന് പറയുന്നു. യു ഹാവ് ടു സ്റ്റഡി ദ റിപ്പോർട്ട് അല്ലെങ്കിൽ ഗോ ത്രൂ ദ റിപ്പോർട്ട് ഇൻ ഡെപ്ത് എന്ന് പറയുമ്പോൾ അർത്ഥം നിങ്ങളത് തറവായിട്ട് ആ റിപ്പോർട്ട് പഠിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ഇൻ ഡെപ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻചാർജ് എന്ന് നമ്മൾ പറയും. ഇൻചാർജും യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻചാർജ്. ഇൻചാർജിൻ്റെ മീനിങ് എന്താണ്? റെസ്പോൺസിബിൾ ഫോർ. നമ്മൾ സ്കൂളിൽ പോവുകയാണ്, ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പറയാണ്, ഗുഡ് മോർണിംഗ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അപ്പം നമ്മൾ ചോദിക്കുന്നു, മാഡം മേ ഐ നോ യു, ഹു ആർ യു എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയും എന്താണ്, ഐ ആം ദി ഇൻചാർജ് ഓഫ് ദ ഓഫീസ്, അല്ലെങ്കിൽ ഐ ആം ദ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്ററിൻ്റെ ആ ചുമതലയിൽ ഇരിക്കുന്നത് ഞാനാണെന്ന് ഉദ്ദേശിക്കുന്നത്, ഇൻചാർജ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഇൻ ദി എൻഡ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇൻ ദി എൻഡ് എന്ന് പറയുന്നത് അർത്ഥം ഫൈനലി എന്നർത്ഥം, അല്ലേ? ഇൻ ദി എൻഡ് എന്ന് പറയുമ്പോൾ ഫൈനലി എന്നുള്ളതാണ്, ആ ഒരു എക്സ്പ്രഷനാണ് അതിനുള്ളത്, ഇൻ ദി എൻഡ് എന്ന് പറയുമ്പോൾ. പിന്നെ ഉള്ളത് എന്താണ്? ഇൻ ജനറൽ. ഇതൊക്കെ നമ്മൾ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇൻ ജനറൽ എന്ന് പറഞ്ഞാൽ യൂഷ്വലി, സാധാരണയായിട്ട്, പതിവായിട്ട് എന്നാണ് അതിൻ്റെ മീനിങ്, ഇൻ ജനറൽ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് ഇൻ അഡ്വാൻസ്. നമുക്ക് പരിചിതമായിട്ടുള്ള മറ്റൊരു പ്രയോഗമാണ് ഇൻ അഡ്വാൻസ്. ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് അർത്ഥം ബിഫോർ, അല്ലെങ്കിൽ അഹെഡ് ഓഫ് ടൈം, നേരത്തെ തന്നെ, സമയത്തിന് മുമ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അഹെഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ബിഫോർ എന്ന് നമുക്ക് പറയാം, മുമ്പ്, അല്ലേ? നമ്മളൊരു മെർച്ചൻറ്റ് പറയുകയാണ് എന്താണ്, യു ഹാവ് ടു പേ ദ ക്യാഷ് ഇൻ അഡ്വാൻസ് ടു ടേക്ക് ദ സ്റ്റോക്ക് ഫ്രം മൈ ഷോപ്പ്. എൻ്റെ ഷോപ്പിൽ നിന്ന് സ്റ്റോക്ക് എടുക്കുന്നതിന് എന്ത് ചെയ്യണം? ക്യാഷ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യണമെന്ന് പറയുന്നത്. അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യണമെന്ന് പറയുമ്പോൾ യു ഹാവ് ടു പേ ബിഫോർ ടേക്കിംഗ് ദ സ്റ്റോക്ക്, അഹെഡ് ഓഫ് ടൈം, നേരത്തെ കൊടുക്കണം. നമ്മൾ സാറിന് പറയുന്ന വാക്കാണിത് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് നേരത്തെ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, ഇൻ അഡ്വാൻസ്. അടുത്തത് പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഇൻ വെയിൻ എന്ന് പറയുന്നത്. ഇൻ വെയിൻ എന്ന് പറഞ്ഞ അർത്ഥം നമുക്ക് എന്താണ്? ഇൻ വെയിൻ, ഫെയിലാകുക എന്നർത്ഥം. ദാറ്റ് മീൻസ് വിത്തൗട്ട് സക്സസ്. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പാഴാകുക എന്ന് പറയും. കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറഞ്ഞാൽ വൃഥാവിലാകുക എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ ഇൻ വെയിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഫെയിൽ എന്നാണ്. അവിടെ ഇൻ എന്നൊരു പ്രിപ്പോഷൻ കൂടെ അതിൽ ചേർന്ന് വരുന്നു ആ ഒരു എക്സ്പ്രഷനിൽ. ഫോർ എക്സാമ്പിൾ, all our efforts went in vain.
ആൾ അവർ എഫേർട്സ് വെൻറ്റ് ഇൻ വെയിൻ. നമ്മുടെ എല്ലാ ശ്രമങ്ങളും വെൻറ്റ് ഇൻ വെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ എല്ലാ ശ്രമങ്ങളും പാഴായി എന്നർത്ഥം. വിത്തൗട്ട് സക്സസ് എന്നാണ്. പിന്നെയുള്ളത് ഇൻ ബ്രീഫ്. ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. ഇൻ ബ്രീഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ചുരുക്കത്തിൽ എന്ന് പറയുമ്പോൾ ഇൻ ഷോർട്ട്. ഇൻ ബ്രീഫ് ഇത്രയുള്ള കാര്യങ്ങൾ, ഇൻ ഷോർട്ട് ഇത്രയുമാണ് കാര്യം എന്നുള്ള ചുരുക്കത്തിൽ എന്നുള്ള ഇത് പറയുന്നു. മറ്റൊന്ന് ഇൻ ഡെപ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇൻ ഡെപ്റ്റ്. ഇൻ ഡെപ്റ്റ്. ഇൻ ഡെപ്റ്റ് എന്ന് പറയുന്ന അർത്ഥം നമ്മൾക്ക് കടമുണ്ടെന്ന് അർത്ഥം അല്ലേ? ഓവിങ് മണി. ആർക്കെങ്കിലും നമ്മൾ പണം കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന അർത്ഥം. ഓവിങ്, നമ്മൾ കടം കൊടുക്കാനുണ്ടെന്ന് അർത്ഥം. ഇൻ ഡെപ്റ്റ് അല്ലേ? ഹരിത ഈസ് ഇൻ ഡെപ്റ്റ് അല്ലേ? ഷീ കമ്മിറ്റഡ് സൂയിസൈഡ് ബിക്കോസ് ഷീ വാസ് ഇൻ ഡെപ്റ്റ്. ഒരു കടത്തിലായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ഡെപ്റ്റ്, അതാണ് ആ പ്രയോഗം. മറ്റൊന്ന് പ്രധാനപ്പെട്ടത് ഇൻ എ ഡേയ്സ്. DAISD, ഇൻ എ ഡേയ്സ്. ഇൻ എ ഡേയ്സിൻ്റെ അതൊരു ഇഡിയമാണ്. അതിൻ്റെ മീനിങ് കൺഫ്യൂസ്ഡ് എന്നാണ് അർത്ഥം. ഇൻ എ ഡേയ്സ്, കൺഫ്യൂസ്ഡ് അല്ലേ? ആഫ്റ്റർ ഹിയറിംഗ് ദ ന്യൂസ് ഐ വാസ് ഇൻ എ ഡേയ്സ് എന്ന് പറയുന്ന അർത്ഥം ആ ന്യൂസ് കേട്ട ശേഷം ഞാനൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ എ ഡേയ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊന്ന് ഇൻ നോ ടൈം. ഇൻ നോ ടൈം. ഇൻ നോ ടൈം. നമ്മുടെ ഒരു സുഹൃത്ത് പറയുകയാണ്, നീ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ വരാമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പറയും, സുരേഷ് നീ വേഗം വരണം അല്ലേ? പ്ലീസ് കം ഇൻ നോ ടൈം അല്ലേ? ഐ ഹാവ് ടു ഗോ, എനിക്ക് പോകേണ്ടതുണ്ട്. പ്ലീസ് കം ഇൻ നോ ടൈം. അപ്പോൾ അയാൾ പറയും ഐ വിൽ ബി ബാക്ക് ഇൻ നോ ടൈം എന്ന് സുരേഷ് പറയും. ഐ വിൽ ബി ബാക്ക് ഇൻ നോ ടൈം എന്ന് പറഞ്ഞ അർത്ഥം സമയമില്ല എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ വിൽ ബി ബാക്ക് ഇൻ നോ ടൈം എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ വെരി സൂൺ, ഞാൻ പെട്ടെന്ന് തന്നെ വരാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ പ്രധാനപ്പെട്ട വേറൊന്നാണ് ഇൻ ദി ലൈം ലൈറ്റ് എന്ന് പറയുന്നത്. ഇൻ ദി ലൈം ലൈറ്റ് എന്ന് പറയുന്ന പ്രയോഗം. ഇൻ ദ ലൈം ലൈറ്റ് എന്ന് പറയുന്ന അർത്ഥം ഫോക്കസ് ഓഫ് അറ്റൻഷൻ എന്നാണ്. ഫോക്കസ് ഓഫ് അറ്റൻഷൻ. പ്രധാനമായിട്ടും സെലിബ്രിറ്റീസിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഈ ലൈം ലൈറ്റ് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? ആഫ്റ്റർ ഗെറ്റിംഗ് ദി നാഷണൽ അവാർഡ് കിട്ടിയ ശേഷം ദ ആക്ട്രസ് എന്താണ് ഷീ ബിക്കെയിം എന്താണ് ഷീ വാസ് ഇൻ ദ ലൈം ലൈറ്റ് അല്ലേ? ഷീ വാസ് ഇൻ ദ ലൈം ലൈറ്റ് ആഫ്റ്റർ ഗെറ്റിംഗ് ദി അവാർഡ് ശേഷം കിട്ടിയ ശേഷം അവൾ ആ ലൈം ലൈറ്റിലെ എല്ലാ അറ്റൻഷനും അവളിലേക്കായെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ദി ലൈം ലൈറ്റ്. അതൊരു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എക്സ്പ്രഷനാണ്. ഇന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഇൻ ദ ലൈം ലൈറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫോക്കസ്, എല്ലാവരുടെയും ഫോക്കസും അറ്റൻഷനും ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുക. അതാണ് ലൈം ലൈറ്റ് എന്ന് പറയുന്നത്. ലൈം ലൈറ്റിൽ നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ? ഏറ്റവും എന്താണ് അവരവരുടെ മേഖലയിൽ, ഇപ്പോൾ സിനിമാ മേഖലയിലാണെങ്കിൽ ആ സിനിമാ മേഖലയിൽ ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ നിൽക്കുക എന്നുള്ളതാണ് ലൈം ലൈറ്റ് എന്ന് പറയുന്നത്. സോ മറ്റൊന്ന് ഇൻ ഡിസ്ഗൈസ്. ഇൻ ഡിസ്ഗൈസ്. ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആക്ടിങ് ആസ് അനദർ പേഴ്സൺ. അതായത് ആൾമാറാട്ടം എന്നൊക്കെ പറയുന്ന പോലെ വേഷം മാറി വരുന്നതാണ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത്. വേഷം മാറി വരുന്നതാണ് ഇൻ ഡിസ്ഗൈസ്. വേഷം മാറി വരുന്നതാണ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത്. ഹി ബിഹേവ്ഡ് ആസ് എ പോലീസ്മാൻ ഇൻ ഡിസ്ഗൈസ്. പോലീസ്മാനായിട്ട് വേഷം മാറി വന്ന് അതുപോലെ ആക്ട് ചെയ്തെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ഡിസ്ഗൈസ്, വേഷപ്രശ്നനായിട്ട് വരിക എന്നാണ് അർത്ഥം. വേറൊന്ന് പ്രധാനപ്പെട്ട ഒരു യൂസേജാണ് ഇൻ മിൻറ്റ് കണ്ടീഷൻ. MINT, ഇൻ മിൻറ്റ് കണ്ടീഷൻ. ഇൻ മിൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞ അർത്ഥം ന്യൂ എന്നാണ് എൻ്റെ അർത്ഥം. ഇൻ മിൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇൻ മിൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ, അതിനൊരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ നോക്കൂ. എക്സാമ്പിൾ, ദ മെറ്റീരിയൽസ് വിൽ ബി സെൻഡ് ഇൻ മിൻറ്റ് കണ്ടീഷൻ. ഇൻ മിൻറ്റ് കണ്ടീഷൻ. ദ മെറ്റീരിയൽസ് വിൽ ബി സെൻഡ് ഇൻ മിൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞ അർത്ഥം ആ മെറ്റീരിയൽ അയക്കുന്നത്
ഏറ്റവും ബ്രാൻഡ് ന്യൂ ആയിട്ടായിരിക്കും അയക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പുതുതായിട്ടായിട്ട് ആയിരിക്കും അയക്കുന്നത്. അപ്പോൾ ബ്രാൻഡ് ന്യൂ എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഇൻ മിൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്ന ആ ഒരു ഇഡിയം, ഇംഗ്ലീഷിലെ ഒരു ഇഡിയം എന്ന് പറയുന്നത്. സോ ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ട ഇന്ന് വെച്ചുകൊണ്ട് പറയാവുന്ന, ഇന്ന് കൊണ്ട് യൂസ് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട നമ്മൾ ഇൻ കേസ് എന്നൊക്കെ പറയും, അത് സാധ്യതയെ പറ്റി പറയുന്ന ഇൻ കേസ്, അതൊന്നും ഞാനിവിടെ എഴുതിയിട്ടില്ല. എന്തായാലും പ്രധാനപ്പെട്ട കുറേ എക്സ്പ്രഷൻസും യൂസേജസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ഓണിനെ കുറിച്ചും അറ്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ പ്രിപ്പോസിഷൻസ് വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വരുന്ന വീഡിയോസിൽ നമുക്ക് ഈ പ്രിപ്പോസിഷൻസൊക്കെ ഏതൊക്കെ വെർബിൻ്റെ കൂടെയാണ്, ഏതൊക്കെ അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെയാണ്, ഏതൊക്കെ നൗൺസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് പരിശോധിക്കാം. ആ വീഡിയോസ് കാണണം. വരുന്ന വീഡിയോസിൽ അതൊക്കെ ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, enjoy the happy moments. Bye.